എല്ലാവർക്കും വിഷുദിന ആശംസകൾ. ഒപ്പം നല്ലൊരു വിഷുക്കണിയുമായിട്ടാണ് ഇന്ന് ആർദ്രം ഇന്റീരിയലും ടോണിച്ചേട്ടൻ വ്ലോഗ്സും നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്ത രീതിയിലുള്ള ഇൻറ്റീരിയൽ വർക്കുകളാണ്. ഇതാ ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റെയറിൻ അടിഭാഗത്തുള്ള നമ്മൾ ആ സ്പേസ് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കണം. ഈ വാഷ് ബേസിൻ വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു ഓപ്പൺ ഷെൽഫായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് പേസ്റ്റും ബ്രഷും മറ്റ് ക്രീമുകളും ഒക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മളൊരു ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഷെൽഫൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ടർക്കികളോ ക്ലോത്ത് അങ്ങനെ ഐറ്റംസും ഒക്കെ വെച്ച് ഫില്ല് ചെയ്യാം. അതുപോലെ സ്റ്റെയറിൻ്റെ അടിയിൽ നമ്മളെ വർക്ക് കണ്ടോ. സ്റ്റെയറിൻ്റെ അടിയിൽ ഇൻസൈഡ് ഫുൾ ഓപ്പൺ ആണെന്ന് തോന്നും, പക്ഷേ അകത്തും നമ്മൾ വേറെ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ഷെൽഫും ഉണ്ട്. ഈ ഇൻസൈഡ് സ്പേസിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻവെർട്ടർ വെക്കാനും അതുപോലെ നമ്മുടെ അൽത്തൂളത്ത് സാധനങ്ങളൊക്കെ കയറ്റിയൊക്കെ വെക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല ഹീറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹീറ്റും ആ ആവിയൊക്കെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഗ്രില്ല് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇതൊരു വെറൈറ്റി ഒരു ഐറ്റമാണ്, നല്ലപോലെ കണ്ടോ. ഇത് നമ്മൾ ബെഡിൻ്റെയൊക്കെ അടുത്തായിട്ട് കട്ടിലിൻ്റെയൊക്കെ അടുത്തായിട്ട് വെക്കുന്ന സംഭവമാണ്. അത്യാവശ്യം ഫോണും അതുപോലെ മെഡിസിന്, വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിനും ഡ്രോയറും ഉണ്ട്. ഡ്രോയർ തുറന്ന് അതിൻ്റെ അകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ ഇതാണ് നമ്മളുടെ കിച്ചൺ. താഴത്തെ പോർഷൻ ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് അലൂമിനിയം വെച്ചാണ്. അലൂമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തിരിക്കുന്നത് മുഴുവൻ. അതുപോലെ തന്നെ ടോപ്പിലോട്ടുള്ളത് ഫുള്ള് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ WPC മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. അതും 5 ലെയറിൻ്റെ WPC മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് ഡോറാണ്. ഇതിന് ഹാൻഡിലിൻ്റെ ഉപയോഗം വരുന്നില്ല കേട്ടോ. താഴെ നിന്ന് തന്നെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഹാൻഡിലിൻ്റെ ഉപയോഗം ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഡോറുകളെല്ലാം തുറക്കാം. അപ്പം ഇത്രയും ഹൈറ്റിൽ തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഡോറുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ ഒരു വെറൈറ്റി മോഡലിലുള്ള ഒരു കോക്കറി ഷെൽഫ് കണ്ടോ. ഗ്ലാസ് ഫ്രെയിമൊക്കെ ഇട്ട് നല്ല അണിഞ്ഞൊരുങ്ങിയ സുന്ദരനായിട്ടാണ് അവിടെ നിൽപ്പ്. ഇങ്ങനെയുണ്ട്, നല്ല സെറ്റല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഗ്ലാസ് ഫ്രെയിമിലൊക്കെ അകത്തും ഗ്ലാസിൻ്റെ തട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ കാണുന്ന സ്പേസിൽ ഗ്രാനൈറ്റ് വീഴും. അതുപോലെ തന്നെ ആ ഭിത്തിയിൽ ടൈൽ ഒട്ടിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഗ്ലാസ് ഫ്രെയിം. തോന്നുന്ന അകത്ത് നമുക്ക് ഗ്ലാസിൻ്റെ തട്ടാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ. ഇത് നമ്മുടെ കോക്കറി ഷെൽഫിൻ്റെ താഴെയായിട്ട് നമ്മൾ 2-3 ബോക്സുകളും അതുപോലെ തന്നെ 2 ടാൻഡം ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഡോറാണ്. അതിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കണ്ടോ. ഒരു തട്ടൊക്കെ ഇട്ട് നല്ല സ്പേസിലാണ് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പാത്രങ്ങളും പ്ലേറ്റുകളും ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് 2 ടാൻഡം ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ല ഹെവി ലോഡ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടാൻഡം ബോക്സുകളാണ് 2 നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നല്ല അടിപൊളി ഹാൻഡിലൊക്കെ വെച്ച് നല്ല സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ വർഷത്തെ നമ്മുടെ വിഷുക്കണി? അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഒരു വീട്ടിലെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന കുറേ ഇൻറ്റീരിയൽ വർക്കുകളുടെ വീഡിയോസാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് വിഷുക്കണിയായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഇനിയും ഉണ്ട്. സ്ലൈഡിങ് ഡോറിൻ്റെ വാർഡ്രോബ്സും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉടനെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണുന്നതിന് വേണ്ടി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കായി ഈ വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത് ആരാണെന്നറിയാമല്ലോ, ആർദ്രം ഇൻറ്റീരിയൽസ്. അപ്പം ഇൻറ്റീരിയൽ വർക്കുമായി ബന്ധപ്പെട്ട എന്താവശ്യമുണ്ടെങ്കിലും ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിഷുദിന ആശംസകൾ.